ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവിയുടെ ബഹുജന പ്രകടനത്തിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്നും ടെഹ്റാനിൽ പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നും ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ്വ്യവസ്ഥയ്ക്കെതിരെ രാജ്യത്ത് 12 ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. IPSC സഹസ്ഥാപകനായ പ്രതീക് ജെയിനിന്റെ ഓഫീസിലും വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുകളിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിഷേധിച്ചു. ജാദവ്പൂർ 8B ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹസ്ര മോറിലേക്കുള്ള ജാഥയ്ക്ക് ശ്രീമതി ബാനർജി നേതൃത്വം നൽകും. മലയാള ഭാഷാ ബിൽ 2025 നിരസിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക അതിർത്തി വികസന അതോറിറ്റി പ്രതിനിധി സംഘം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചതിന്റെ ഒരു ദിവസത്തിനു ശേഷം കേരളത്തിലെ കന്നഡ സംസാരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബില്ല് പിൻവലിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. ഭരണഘടനയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഷാ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള ആക്രമണം എന്നാണ് ബില്ലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. സുരക്ഷാ കാരണങ്ങളാൽ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദൗത്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അറിയിച്ചു. അമേരിക്ക അടുത്തിടെ ഏർപ്പെടുത്തിയ വിസ ബോണ്ട് ആവശ്യകത റദ്ദാക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ ഉപദേഷ്ടാവ് M. തൗഹിദ് ഹുസൈൻ തന്റെ ഓഫീസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു.